ഇന്ന് ഞാനിവിടെ കുതിർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൂവരകാണ്. പിന്നെ ഇതിന് ഇംഗ്ലീഷിൽ കൊഡോ മില്ലറ്റ് എന്ന് പറയും, മലയാളത്തിൽ കൂവരക അല്ലെങ്കിൽ വരാഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് ഞാനിവിടെ 1 കപ്പ് തലേദിവസം ഞാനിവിടെ കുതിർത്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പിറ്റേ ദിവസം ഇത് അരച്ചെടുക്കുന്നുള്ളൂ. സത്യത്തിൽ ഇതൊരു 3-4 മണിക്കൂർ നേരം മാത്രം കുതിർന്നാൽ മതി. പക്ഷേ എനിക്ക് പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ട് നാളെ രാവിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മാത്രമേ ഞാനിത് അരച്ചെടുക്കുന്നുള്ളൂ. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു അപ്പം ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ്. കൂവരവും കൊണ്ട് ഞാൻ ഇതുവരെ അപ്പം ഉണ്ടാക്കിയിട്ടില്ല. ഇഷ്ടംപോലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശയ്ക്ക് നല്ലതാണ് ഉഴുന്നും പിന്നെ ഉലുവയും ഒക്കെ ചേർത്ത് നമുക്ക് പിന്നെ നല്ല ടേസ്റ്റോടുള്ള അന്നേരം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ വിചാരിച്ചു വന്നതിന് അപ്പം ഇതും കൊണ്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് പരീക്ഷിക്കാൻ പോവാണ്. വിജയിച്ചാലും ഇല്ലെങ്കിലും ഇത് നമുക്ക് പിന്നെ ഇന്നത്തെ പരീക്ഷണം ഇങ്ങനെയാണ്. എന്തോ ആണെങ്കിലും നമുക്ക് നോക്കാം. 1 കപ്പ് കൂവരക ഞാനിവിടെ തലേദിവസം കുതിർക്കാൻ വേണ്ടി എടുക്കുവാണ്. പിറ്റേ ദിവസം ഞാൻ ഇതിപ്പോൾ നമ്മൾ അവൽ നേരത്തെ കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നു സ്വല്പം അവൽ കൂടെ വേണം എന്നാണ് തോന്നുന്നത്. ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സ്വല്പം പശയൊക്കെ വേണമല്ലോ നമുക്ക്. അതുകൊണ്ട് സ്വല്പം അവൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒത്തിരി ഒന്നും അവൽ വേണ്ട. അതുകൊണ്ട് ഈ ഒരു പിടി ഞാനിപ്പം വാരിയിട്ടല്ല ആ ഒരു പിന്നെ നമ്മുടെ എന്തുവാ മട്ട റൈസിൻ്റെ അല്ലെങ്കിൽ റെഡ് അവലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ഞാൻ പിറ്റേ ദിവസം അവൽ ഒരു 10 മിനിറ്റ് നേരം മാത്രം കുതിർത്ത് അരയ്ക്കുന്നതിന് മുമ്പ് കുതിർത്താൽ മതി. പക്ഷേ ഇത് ഞാനിവിടെ കുതിർത്ത് വെക്കാൻ വേണ്ടി പോവാണ്. വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഞാനിവിടെ കുതിർത്ത് വെക്കാൻ പോകുന്നത് വൈകുന്നേരമാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് കുതിർത്ത് വെക്കുന്നത്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാനിത് കുതിർത്ത് വെച്ചിട്ട് പോവാണ്. എന്നിട്ട് നാളെ ഇത് ഞാൻ കഴുകി നമുക്കിത് അരച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മാവ് വെക്കണം. എന്നിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കത്തുള്ളൂ. ഒന്ന് പൊങ്ങിയൊക്കെ വന്നതിന് ശേഷമേ അപ്പം ഉണ്ടാക്കത്തുള്ളൂ. എങ്ങനെയാണ് ഞാൻ ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനിയും നമുക്കിപ്പം വേണേലും കഴുകി കുറച്ച് വെക്കാം. പക്ഷേ നാളെയും കഴുകണം, ഇന്നും കഴുകണം, ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം. ഇതിൻ്റെ നിറം, ഇതിൻ്റെ അഴുക്കൊക്കെ കളയണം. ഇതിൻ്റെ അഴുക്കൊന്നും അല്ലിത്. ഇത് കൂവരകൻ്റെ നിറമാണിത്. കാണുമ്പം വിചാരിക്കും അഴുക്കായിരിക്കും. അഴുക്കൊന്നുമല്ല. കൂരകിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു നിറമാണ് എപ്പോഴും വരുന്നത്, അല്ലാതെ മണ്ണോ ഒന്നുമല്ല. ഇനി നമുക്കിത് ഇപ്പോഴും ഒന്ന് കഴുകി വെക്കാം, നാളെയും കഴുകിയെടുക്കാം. ഇനി നമുക്കിത് അരയ്ക്കാൻ നേരം നാളെ കാണാം കേട്ടോ. ഇത് രണ്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ തേങ്ങ നാളെയാണ് ചേർക്കുന്നത്. തേങ്ങയും ചേർത്ത് പിന്നെ സോഡ വെള്ളത്തിലാണ് ഞാൻ അരച്ച് വെക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം ഈസ്റ്റും കൂടെ നാളെ ചേർക്കാം. ഇപ്പം ചേർക്കണ്ട, നാളെ. നമുക്ക് നാളെ കാണാം. ഇതോട്ട് ഇനി കുതിരാൻ വേണ്ടി വെക്കാം. ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ വേറെ വെള്ളം ഒഴിച്ചാണ് വെക്കുന്നത്. ഓക്കെ, ഇനി നാളെ കാണാം. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസമായി നമ്മുടെ കൊഡോ മില്ലറ്റ് ഞാനിവിടെ നല്ലതുപോലെ കഴുകി ഇവിടെ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ച അത്ര അവൽ ഞാനിവിടെ സ്വല്പം വെള്ളത്തിനകത്ത് ഇപ്പോൾ 5 മിനിറ്റിന് മുമ്പാണ് ഒന്ന് കുതിർത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈസ്റ്റ് ഒന്ന് സ്വല്പം വെള്ളത്തിനകത്ത് ഒരു സ്വല്പം ഈസ്റ്റ്, എന്നാലും അപ്പമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത്രയും ഈസ്റ്റ് ചേർത്താൽ മതി. ഒത്തിരി ഈസ്റ്റൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് പൊങ്ങാൻ വേണ്ടി ഞാനിവിടെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. എളുപ്പം ആക്റ്റീവാകും ഷുഗർ ചേർത്താൽ. പക്ഷേ ഷുഗർ ഞാൻ ചേർക്കുന്നില്ല. ഈ വെള്ളത്തിനകത്തൊരു സ്വല്പം ഈസ്റ്റ്, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രയും തേങ്ങ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഇതല്ല പിന്നെ കൂവരകമുള്ളതായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് എടുത്ത് വെക്കാം. ഇതിപ്പം പൊങ്ങാനൊന്നും നോക്കിയിരിക്കുന്നൊന്നുമില്ല. ഒന്ന് ചൂടുവെള്ളത്തിനകത്തൊന്ന് കുതിർത്തിയിട്ട് ഒന്ന് പിന്നെ നമ്മുടെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് എല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുത്താൽ മതി. സോഡ വെള്ളത്തിനകത്താണ് ഞാനിവിടെ ഇത് അരച്ചെടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്താണ് അരച്ച് വെക്കുന്നത്. ഇനി അരയ്ക്കാൻ വേണ്ടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് മിക്സഡ് ജാറിലോട്ടിടാം. കൂവരക ഇടുവാണ്. അതിൽ പിന്നെ തേങ്ങ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് അരച്ചാൽ മതി. കൂവരക അരച്ചെടുക്കാൻ ഒട്ടും തന്നെ സമയം എടുക്കത്തില്ല. വളരെ ചെറിയ ധാന്യമാണല്ലോ, അന്നേരം എളുപ്പം തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ കലക്കി വെച്ച ഈസ്റ്റ്
പിന്നെ ഇത് ഞാൻ വെള്ളത്തിനകത്തല്ല അരയ്ക്കുന്നത്, വേണ്ട നമ്മുടെ സോഡ വാട്ടറിനകത്താണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. വെള്ളം വേണ്ടിയവർക്ക് വെള്ളത്തിനകത്ത് അരച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് അരച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതിനകത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഞാൻ ഇത് മാത്രമേ ചേർക്കത്തുള്ളൂ. ഒരുപാട് അരയ്ക്കുമ്പോൾ വെള്ളം കൂടുകയും ചെയ്യരുത് അപ്പത്തിനായതുകൊണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുവാണ്. അങ്ങനെ ഇപ്പോൾ ഞാനിത് ഇവിടെ അരച്ചെടുത്തു. ഒരുപാടങ്ങ് ദോശക്ക് അരയ്ക്കുന്നത് പോലെ ഞാനിവിടെ ഒരുപാട് തരിതരിയ സ്മൂത്തായിട്ട് അരച്ചിട്ടില്ല. സ്വല്പം ഒരു തരിയോട് കൂടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒന്നാമത് ഈ മില്ലറ്റ് എളുപ്പം അരയുന്നതാണ്, നമ്മൾ രാഗി പോലൊന്നും അല്ല, എളുപ്പം അരയും. അതുകൊണ്ട് ഒരുപാടങ്ങ് നമ്മളിട്ട് അരച്ച് കഴിഞ്ഞാൽ അപ്പത്തിനായതുകൊണ്ട് സ്വല്പം തരിയൊക്കെ വേണം. ഇനി ഇതിനകത്ത് ഞാൻ ഒട്ടും മിക്സി കഴുകിയ ജാറിലെ വെള്ളം പോലും ഞാൻ ഒഴിക്കത്തില്ല, എടുക്കത്തില്ല, ഇങ്ങനെ വടിച്ചങ്ങ് എടുക്കത്തേ ഉള്ളൂ. അതിൻ്റെ പരുവം കാണിക്കാം. ഉണ്ടോ, ഈ ഒരു പരുവത്തിനാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. ഞാനൊന്ന് കൈയൊന്ന് കഴുകട്ടെ. അങ്ങനെ ഇത് ഞാൻ തവിയും കൊണ്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്സി പോലും കഴുകിയതിനകത്ത് ഞാൻ ഒഴിച്ചിട്ടില്ല. നല്ല കറക്റ്റ് പാകമായിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി ഇത് അടച്ച് വെച്ചേക്കുവാണ്. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് അപ്പം ഉണ്ടാക്കത്തുള്ളൂ. ഇത് നമുക്ക് പൊങ്ങി വരുന്നൊന്ന് നോക്കാം. അതുവരെ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കാണാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പത്തിന് അരച്ചവിടെ വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു തക്കാളിയുടെ കൂട്ട് തയ്യാറാക്കുവാണ്. ഇത് മുട്ടക്കറി വെക്കാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ തക്കാളി ചമ്മന്തിക്ക് അരയ്ക്കാൻ എടുക്കുന്ന അതേ ചേരുവകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച ശേഷം വെളുത്തുള്ളി, നമ്മുടെ കുഞ്ഞുള്ളി, പിന്നെ വറ്റൽമുളക് ഇട്ട് വഴറ്റിയ ശേഷം ഒരു 4 തക്കാളി ഞാൻ അതേ എണ്ണയിലിട്ടൊന്ന് വേവിച്ചെടുത്ത് ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടത് അരച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയുടെ കൂട്ട് പോലെ ഇരിക്കും. പക്ഷേ ഈ ഒരു പിന്നെ മിക്സിനകത്താണ് ഞാനിവിടെ മുട്ടക്കറി വെക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ഇപ്രാവശ്യം വെക്കുന്നത്. ആദ്യം ചമ്മന്തി അരയ്ക്കാൻ എടുത്ത സാധനങ്ങൾ തന്നെയാണ് പിന്നാണ് ഞാൻ വിചാരിച്ചത് ഇതും കൊണ്ടൊരു മുട്ടക്കറി വെച്ചാൽ എന്തായിരിക്കുമെന്ന്. അങ്ങനെ ഞാനിവിടെ മുട്ടക്കറി വെക്കാൻ വേണ്ടി നമ്മൾ ആ വഴറ്റിയ സാധനങ്ങൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തു. ഇത് ചമ്മന്തിയായിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ചൂടാക്കി പുഴുങ്ങിയ മുട്ടയിട്ട് ഇളക്കിയാൽ മതി. ഞാൻ സ്വല്പം ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വെറും 2 മണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ ഞാൻ മാവ് ഇളക്കിയിട്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ്. 3-4 മണിക്കൂറൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വെച്ചില്ല, എനിക്ക് സമയമില്ലായിരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഇത് ചുട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാവ് പൊങ്ങി വന്നതിന് ഈസ്റ്റിൻ്റേതായിട്ടുള്ള ചേർത്തതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈസ്റ്റ് ചേർത്തതിൻ്റെ യാതൊരു രുചിയൊന്നും എനിക്ക് കിട്ടിയില്ല. അതുപോലെ മാവ് ഒത്തിരി ഒന്നും പൊങ്ങി വന്നില്ല, ഒരു സ്വല്പം പൊങ്ങി വന്ന അത്രയേ ഉള്ളൂ. ഞാൻ നെയ്യൊക്കെ പുരട്ടി ഞാനിവിടെ അപ്പം ചുടുവാണ്. അടച്ചും നമുക്ക് അപ്പം ചുടാം, അടയ്ക്കാതെയും ചുടാം. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. അടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് എങ്ങനെയൊക്കെയാണെങ്കിലും ഇത് പിന്നെ മില്ലറ്റ് ആയതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമായിരിക്കും. നെയ്യൊക്കെ പുരട്ടി ഞാൻ ഈ അപ്പം ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടുമൊക്കെ ചുട്ടെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ചുട്ട 3 അപ്പം അതിനകത്തുനിന്ന് ഞാൻ പിന്നെ എടുത്തൊന്ന് കഴിച്ച് നോക്കുവാണ്. ആദ്യം തന്നെ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. നമ്മൾ പിന്നെ അപ്പം ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ പറഞ്ഞില്ല, അപ്പം ഞാൻ ഇതും കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടായിരുന്നെന്ന്. നല്ല അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ ഒരുപാട് അരിയൊക്കെ ഉണ്ടാക്കുന്ന പോലൊന്നും കുമ്പള പോലൊന്നും വന്നിട്ടില്ല. പിറ്റേ ദിവസം മാവ് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ പൊങ്ങി വന്നേനെ. മരുന്നിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തോ വന്നതിൽ സാരമില്ല. ഞാനിവിടെ അപ്പം ഉണ്ടാക്കി കഴിച്ചു. കറി ഇല്ലാതെ തന്നെ ആയത്തെ ഒരപ്പം ഞാനിവിടെ സാമ്പിൾ നോക്കുവാണ്. നല്ല രുചി ഉണ്ടായിരുന്നു. ആ തേങ്ങയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യമായിട്ട് 6 അപ്പമാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം തന്നെ ഒരെണ്ണം കഴിച്ചു. ഇനി 5 അപ്പം ഇവിടെ ഉണ്ട്. ഇനി ഇത് മുട്ടക്കറി കൂട്ടി കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ പരീക്ഷണങ്ങൾ വിജയിച്ചു. വെറൈറ്റി ആയിട്ടുള്ള അപ്പവും മുട്ടക്കറിയുമാണ് ഞാനിന്ന്
ഇവിടെ തയ്യാറാക്കിയത്. ഈ മുട്ടക്കറിക്കകത്ത് ലാസ്റ്റിൽ സത്യത്തിൽ തക്കാളി ചമ്മന്തിക്കുള്ള ചേരുവകൾ മാത്രമാണ്. പിന്നെ ലാസ്റ്റിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയുടെ പൊടിയും പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തു. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. സത്യത്തിൽ ഇത് തക്കാളി ചമ്മന്തിയുടെ അതേ കൂട്ടുകൊണ്ടാണ് മുട്ടക്കറി ഇവിടെ തയ്യാറാക്കിയത്. ആ ഗ്രേവിയിലോട്ട് പുഴുങ്ങിയ മുട്ട അങ്ങ് ഇട്ട് ഇളക്കിയെടുത്ത് വേവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ അപ്പവും കഴിച്ച് തീരാറായി. നല്ല രുചിയായിരുന്നു. ഈ അപ്പത്തിനും ഈ വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിക്കും രണ്ടും വെറൈറ്റി തന്നെ ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്.